സിനിമ സീരിയൽ രംഗങ്ങളിൽ സജീവമായി നിൽക്കുന്ന ഒരു താരമാണ് ദേവി ചന്ദന. അഭിനയ രംഗത്തും നൃത്തരംഗത്തും തന്റെ കഴിവ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു ദേവി ചന്ദന. റാങ്കോട് കൂടിയാണ് ദേവി ചന്ദന തന്റെ നൃത്ത പഠനം പൂർത്തിയാക്കിയത്. 1999 ഭാര്യ വീട്ടിൽ പരമസുഖം എന്ന സിനിമയിലൂടെയാണ് ദേവി ചന്ദന അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. തുടർന്ന് നരിമാൻ, പഞ്ചവർണ്ണ തത്ത, തത്സമയം ഒരു പെൺകുട്ടി, കസ്തൂരിമാൻ, ഭർത്താവ് ഉദ്യോഗം, മിന്നൽ മുരളി തുടങ്ങി നിരവധി മലയാള ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ദേവി ചന്ദനയുടേതായുണ്ട്. ദൂരദർശനിലേതുൾപ്പെടെ നിരവധി ടെലിവിഷൻ പരമ്പരകളിൽ ദേവി ചന്ദന അഭിനയിച്ചിട്ടുണ്ട്. നിലവിൽ കുടുംബവിളക്ക് എന്ന സീരിയലിൽ വില്ലത്തിയായും ദേവി ചന്ദന അഭിനയിക്കുന്നു. താരത്തിന്റെ ഭർത്താവ് കിഷോർ പ്രശസ്തനായ ഒരു ഗായകനാണ്. കുട്ടികളില്ല എന്നതൊഴിച്ചാൽ വളരെ തൃപ്തികരമായ ഒരു ദാമ്പത്യം നയിക്കുന്നവരാണ് ഇവർ രണ്ടുപേരും. ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിലാണ് കിഷോറും ദേവി ചന്ദനയും വിവാഹിതരായത്. ഇപ്പോഴും നർത്തകിയായും അഭിനേത്രിയായും ദേവി ചന്ദനയും ഗായകനായി കിഷോറും കലാരംഗത്ത് തിളങ്ങി നിൽക്കുകയാണ്. സിനിമയിൽ അത്ര സജീവമല്ലെങ്കിലും തന്റെ നൃത്ത വിദ്യാലയവുമായി സജീവമായിരിക്കുകയാണ് നടി. കൂടാതെ കുടുംബവിളക്കിലും അഭിനയിക്കുന്നുണ്ട്. കൂടാതെ സോഷ്യൽ മീഡിയയിലും ഇരുവരും സജീവമാണ്. ഇവർക്ക് സ്വന്തമായി യൂട്യൂബ് ചാനലുമുണ്ട്. ഈ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുമായി സ്ഥിരമായി ഇവർ സംവദിക്കാറുണ്ട്. ഇവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ യൂട്യൂബ് ചാനലിലൂടെ ഇവർ പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോഴിതാ ഇരുവരും ഇവരുടെ 17ാമത് വിവാഹ വാർഷിക ആഘോഷത്തെക്കുറിച്ച് പ്രേക്ഷകരുമായി പങ്കുവച്ചിരിക്കുകയാണ്. അധികം ആളുകളെയൊന്നും ക്ഷണിക്കാതെ വളരെ ലളിതമായ രീതിയിലാണ് അവർ വിവാഹ വാർഷികം ആഘോഷിച്ചത്. അച്ഛനെയും അമ്മയെയും പോലും അവർ ക്ഷണിച്ചിരുന്നില്ല എന്നും, എന്നാൽ അപ്രതീക്ഷിതമായി ബന്ധുക്കളെല്ലാം ആഘോഷത്തിൽ പങ്കെടുക്കുകയായിരുന്നു എന്നും, അതുകൊണ്ട് തന്നെ ആഘോഷത്തിനായി കേക്ക് പീസുകളായി ബേക്കറിയിൽ നിന്ന് വാങ്ങുകയായിരുന്നു എന്നും അവർ യൂട്യൂബിലൂടെ പ്രേക്ഷകരോട് പറയുന്നുണ്ട്. ഒരു അമേരിക്കൻ യാത്രയ്ക്കിടെയാണ് ദേവി ചന്ദനയും കിഷോറും പ്രണയത്തിലായത്. അതിനു മുൻപും ഇവർ വളരെ പരിചിതരായിരുന്നു. എന്നാൽ പ്രണയം തുടങ്ങിയത് ആ അമേരിക്കൻ യാത്രയോടുകൂടിയാണ്. പ്രണയം തീവ്രമായപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ഒരിക്കൽ സ്വിറ്റ്സർലൻഡിലും പോയിരുന്നു. അവിടെ വെച്ചാണ് അവിടുത്തെ വളരെ ശക്തമായ ഒരു ദൈവമായ കറുത്തമുത്തി എന്ന് വിളിക്കുന്ന ഒരു മാതാവിനെ കുറിച്ച് അറിഞ്ഞത്. വളരെ ശക്തമായ ദൈവമാണത്. എന്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും ആ മാതാവ് നടത്തിക്കൊടുക്കും. അവിടുത്തെ ആ മാതാവിന് കറുത്ത കളറാണ്. അതിനാലാണ് ആ പേര് തന്നെ വന്നിരിക്കുന്നത്. അത് ഒരു തീപിടുത്തത്തിൽ രക്ഷപ്പെട്ട പള്ളിയായിരുന്നു. അങ്ങനെയാണ് ആ മാതാവ് കറുത്തുപോയത് എന്നും പറയപ്പെടുന്നു. കറുത്തമുത്തിയോട് തങ്ങളുടെ പ്രണയം വിവാഹത്തിലേക്ക് എത്തണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു. നാട്ടിലെത്തി അധികം വൈകാതെ ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് 17 വർഷമായി. തങ്ങളുടെ സന്തുഷ്ട ജീവിതം കറുത്തമുത്തിയുടെ അനുഗ്രഹമാണ് എന്നാണ് രണ്ടുപേരും പറയുന്നത്.